ഹലോ, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ശിവാനസമുദ്രം കറങ്ങാൻ പോയപ്പോൾ കൊട്ടവഞ്ചി കയറിയ വീഡിയോയാണ്. യാത്രയിൽ എന്റെ സർവ്വ മൂടും പോയി. ഞാനാകെ വയ്യാണ്ടായ ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ കൊട്ടവഞ്ചി യാത്ര. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, കൊട്ടവഞ്ചിയിലും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ നിർബന്ധിച്ചു, നമുക്കൊന്ന് പോയിട്ട് വരാം, ഞങ്ങൾ എല്ലാവരും ഇല്ലേ ബാ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണേ. ഞങ്ങൾ 4 വലിയ ആൾക്കാരും 2 കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കെല്ലാം കൂടെ 600 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട്. സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങളെ കൂടാണ്ട് വേറെ ആൾക്കാരും കൊട്ടവഞ്ചിയിൽ കയറുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. ചേട്ടൻ പതുക്കെ പതുക്കെ തുഴഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം കൊണ്ടുപോകും കേട്ടോ. കുറച്ച് ദൂരം കൊണ്ടുപോയി അവിടുന്ന് കറക്കി തിരിച്ച് നമ്മൾ എവിടുന്ന് കയറി അവിടെ തന്നെ കൊണ്ടുവിടുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ വഞ്ചി പതുക്കെ തുഴഞ്ഞു പോകുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കാഴ്ചയൊക്കെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് തലകറക്കം വരുന്ന ആളാണ്. എനിക്ക് ഊഞ്ഞാലാടാൻ പറ്റില്ല, പിന്നെ കാറിലിരുന്ന് ഫോൺ നോക്കാനോ ബുക്ക് വായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തല ഇറങ്ങുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക്. ഈ വഞ്ചി തുഴഞ്ഞു കൊണ്ടുപോയി കറക്റ്റ് സെന്ററിൽ എത്തുമ്പം അവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് ഈ ചേട്ടൻ ഈ വഞ്ചി ഫുള്ളായിട്ട് ഇങ്ങനെ കറക്കും കേട്ടോ. നന്നായിട്ട് കറക്കുമെന്ന് പറഞ്ഞാൽ ഇട്ട് കറക്കും. അപ്പോൾ ഇങ്ങനെ തല കറങ്ങിയിട്ട് എന്താ പറയുക, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അതുകൊണ്ടാട്ടോ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ചേട്ടൻ അവിടെ കൊണ്ടുപോയിട്ട് കറക്കാൻ തുടങ്ങി. എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് വയ്യ, കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തല ഇറങ്ങിയിട്ട് ഛർദിക്കാൻ വരുവാണോ തല ഇറങ്ങുവാണോ, ഞാൻ വിചാരിച്ചു അതിന്റെ ഉള്ളിൽ ഞാൻ ഛർദിച്ചു എന്നൊക്കെ. പിന്നെ എന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പിന്നെ ആ ചേട്ടൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പോവാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ വട്ടം കറക്കുന്ന നിർത്തിയിട്ടും എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണ് തുറക്കുമ്പോൾ അപ്പം തല ഇറങ്ങുന്ന പോലെ തോന്നുമായിരുന്നു കേട്ടോ. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു അവിടുന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം കഴുകുക, അപ്പൊ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ടാട്ടോ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വഞ്ചി കയറുന്നില്ല എന്ന് ഇവരോട് 100 പ്രാവശ്യം പറഞ്ഞ കേട്ടോ. എന്നെ അനാവശ്യമായ പ്രോത്സാഹനം തന്ന് അതിനകത്ത് കയറ്റി എന്റെ കിളി മൊത്തം പോയട്ടോ. ഞാൻ രാവിലെ എങ്ങനെ ഇരുന്നോ, എത്ര ഹാപ്പി ആയിട്ടിരുന്നോ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് വിട്ടു കേട്ടോ. ഇനി എന്നെ ആരൊക്കെ എത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും ഇതിനകത്ത് കയറാൻ മാത്രം ഞാനില്ല കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ എങ്ങനെയാ വീട്ടിലെത്തിയെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒരു ക്ഷീണം, അതിന്റെ ഒരു ഛർദ്ദിക്കാൻ വരലും ബുദ്ധിമുട്ടൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നോളം വരെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.